യു എയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു NRI സ്റ്റാറ്റസ് PAS അക്കൗണ്ട് സഹായത്തോടുകൂടി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളൊരു NRI സ്റ്റാറ്റസിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റേഷനും ഒരുപാട് എക്സ്പെൻസീവിന് വേണ്ടി വരുന്നതാണെന്ന്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ട് അഥവാ സീറോ ബാലൻസിലുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ നമ്മൾ NRI സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്കൊരു NRI ബാങ്ക് അക്കൗണ്ടും NRI PAS അക്കൗണ്ടും നമുക്ക് നിലവിലുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ട മറ്റുള്ള ഡോക്യുമെൻറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും പാൻ കാർഡിൻ്റെ കോപ്പിയും നോമിനി ആരാണോ അവരുടെ ID കോപ്പിയും പിന്നെ നമ്മുടെ NRI ബാങ്ക് അക്കൗണ്ട് ഏതാണോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് സീറോ ബാലൻസിൽ ക്വിക്കായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബ്രോക്കറെ വിളിച്ച് അവിടെ ഏത് ബാങ്കിൻ്റെ PAS ആണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ചോദിക്കണം. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ബാങ്കുകളായ IDBI, ആക്സിസ്, HDFC, കൊട്ടാക്ക്, ICICI, ഇൻഡസ്ഇൻഡ് ബാങ്ക് പോലുള്ള പല ബാങ്കുകളെ അക്കൗണ്ടുകളും PAS അക്കൗണ്ടുകളും ഇന്ന് ഡിമാറ്റ് അക്കൗണ്ടിൽ പല ബ്രോക്കേഴ്സിനും സപ്പോർട്ടീവാണ്. അത് തന്നെ സീറോ ബാലൻസിൽ PAS അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനും വളരെ കുറഞ്ഞ റിപ്പോർട്ടിംഗ് ചാർജ് ഇല്ലാതെ തന്നെ പല ബാങ്കുകളും ഇന്ന് ഈ PAS അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു ഇന്ത്യൻ റെസിഡൻറ്റ് സ്റ്റാറ്റസിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ അതേ എക്സ്പെൻസിൽ തന്നെ ഇന്ന് നമുക്കൊരു NRI ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ടുകളും ETF-കളും ഒന്നാണ്. മിക്ക ആളുകൾക്കുള്ള ഡൗട്ടാണ് ETF-കൾ എന്താണെന്നുള്ളത്. ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. ഇതൊരു മ്യൂച്വൽ ഫണ്ട് സ്കീം തന്നെയാണ്. നമ്മൾ മിക്കവാറും ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പല രീതിയിലുള്ള ഇക്വിറ്റി ഡെപ്റ്റ് ഓറിയൻറ്റഡ് ആയുള്ള പല സ്കീമുകളൊന്നും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറിൻ്റെ ഡയറക്റ്റ് ആപ്പ് വഴിയോ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ETF-കളാണെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ETF-കൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മ്യൂച്വൽ ഫണ്ടുകൾ ഒരുപാട് ഫണ്ടുകൾ അവൈലബിൾ ആണ്. അതിൽപ്പെട്ട ഒരു രീതിയിലുള്ളൊരു ഫണ്ട് മാത്രമാണ് ETF-കൾ. എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് സൂക്ഷിക്കുവാനും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് പുതിയ ETF-കൾ വാങ്ങുവാനും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വിൽക്കുവാനും ഈ എമൗണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ DP-യിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യാനും ETF-കളിലൂടെ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഗോൾഡ് ETF ഫണ്ടുകൾ, അതുപോലെ ശരിയ ETF ഫണ്ടുകൾ, അങ്ങനെ പല രീതിയിലുള്ള ETF ഫണ്ടുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇൻ്റർനാഷണൽ ഫണ്ടുകളിലൊക്കെ നമ്മൾ UAE-യിലും സൗദിയിലൊക്കെ നിൽക്കുമ്പോൾ മിക്ക ഫണ്ടുകളിലും അഥവാ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പല ഫണ്ടുകളും നമുക്ക് ETF-കൾ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. നമ്മൾ ഇന്ത്യയിലാണെങ്കിലും ഇതുപോലെ തന്നെ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്.